നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കോ നമ്മളുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നവർക്കോ ഒരിക്കലും ഒരു നഷ്ടസാധ്യതയും ഉണ്ടാകരുതെന്ന ഒരു തീരുമാനത്തോടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഫൈനാൻഷ്യൽ അഡ്വൈസിങ്. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ആൻഡ് ബിസിനസ് കോച്ച്. ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ കാലത്തിൽ, അതായത് വളരെ ചെറുപ്പ സമയത്ത് ഒരു സംരംഭകനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു മീൻ കൃഷിയൊക്കെ നടത്തിയ ഒരാൾ, അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നീട് ജോലി ചെയ്യുന്നു. ആ ജോലിക്ക് ശേഷം വീണ്ടും ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ്സിലേറ്റ ചില പരാജയങ്ങളൊക്കെ പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ഒരു ജോലിക്കാരനാക്കി മാറ്റുന്നു. ഇതിന് ശേഷം ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ആ തീരുമാനം എന്താണെന്നൊക്കെ നമുക്ക് ഇന്ന് ഇൻ്റർവ്യൂവിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ വീണ്ടും സംരംഭകനായ ഒരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ എറണാകുളംകാരനായിട്ടുള്ള മിസ്റ്റർ രമേശ് മേനോനാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് വന്നെത്തിയിട്ടുള്ളത്. ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എങ്ങനെയായിരുന്നു രമേശ് മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സംരംഭകനായി മാറിയത്? ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണത്. അതായത് രഞ്ജിത്ത് ജി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം അക്വേറിയം ഫിഷൊക്കെ സ്കൂളിൽ കുറച്ച് ബ്രീഡിങ്ങും വീട്ടിൽ തന്നെ ബ്രീഡിങ്ങും അതിൻ്റെ സെയിലൊക്കെ ആയിട്ട് മാനേജ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും 10ാം ക്ലാസ് ആയപ്പോഴത്തേക്കും അമ്മയും അച്ഛനൊക്കെ കൂടി അത് പിടിച്ചങ്ങ് നിർത്തി. പ്രീ ഡിഗ്രി ആയ സമയമായപ്പോഴത്തേക്കും ബിസിനസ്സിൻ്റെ വിളി വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് എക്സ്പോർട്ട് സർപ്ലസ് ഗാർമെൻറ്റ്സിൻ്റെ ട്രേഡായിട്ടാണ്. അത് ബൾക്ക് നമ്മൾ തിരുപ്പൂർ, സുളൂർ ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന് കൊച്ചിനിൽ ട്രേഡ് ചെയ്തു. ഡിഗ്രിയുടെ സമയമായപ്പോഴത്തേക്കും വീണ്ടും അത് നിർത്തിച്ചു. ഫൈനൽ ഇയർ ഡിഗ്രി ആയപ്പോഴത്തേക്കും വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു. കാര്യം നീ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് വേണേലും ചെയ്തു, വീട്ടിൽ നിന്നുള്ള ഡിമാൻഡ് അതായിരുന്നു. അങ്ങനെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. ആസ് യൂഷ്വൽ ജോലിക്ക് കയറി. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണ് കയറിയത്. ആദ്യം നോവാർട്ടിസ് എന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ഫാർമ കമ്പനിയിൽ കയറി. അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തു. പിന്നെയും ആ ബിസിനസ് ഡ്രീം നമുക്കുള്ളിൽ നിന്ന് വരുമ്പോൾ ഒരു മെഡിസിൻസ് മാനുഫാക്ചറിങ്ങിൽ ഒരു അറോറ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സ്വന്തം ഉൽപ്പാദനം തുടങ്ങി. ഉൽപ്പാദനവും മാർക്കറ്റിങ്ങുമായിട്ട്, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് രണ്ടുമായി സുഹൃത്തുമായിട്ട്, പ്രതീക്ഷ എന്ന് പറഞ്ഞ സുഹൃത്തുമായിട്ട് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തത്. അതിനോടൊപ്പം 2-3 ബിസിനസ്സുകൾ. ആ സമയത്ത് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തു. ഫൈനാൻസിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഈഡൽവൈസിൻ്റെ സബ് ബ്രോക്കർഷിപ്പ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, എയർപോർട്ടിലെ കംപ്ലീറ്റ് സ്റ്റാഫിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ 1-2 മേഖലയിലൂടെയുള്ള ബിസിനസ് കൂടി ഉണ്ടായിരുന്നു. ബിസിനസ്സിൽ നിന്ന് വീണ്ടും വിട്ടുനിന്നു. ജോലിക്ക് വീണ്ടും കയറി. DTRCSRL ഡെപ്യൂട്ടി റീജിയണൽ മാനേജറായിട്ട് ജോലിക്ക് കയറി. അവിടെ അതിനുശേഷം പിന്നെ ആ ബിസിനസ്, നമ്മൾക്ക് ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും ഒരു ജോലിയിൽ സെറ്റിലാവാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ആ ഫ്രീഡം ആഗ്രഹിച്ചിരുന്നു എപ്പോഴും. ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യലിയും അല്ലെങ്കിൽ ടൈമിൻ്റെയും ഒരു ഫ്രീഡം. അങ്ങനെ ടൈം ലബോറട്ടറീസ് ആൻഡ് മെഡിക്കൽ എന്ന പേരിൽ ആലുവയിൽ ഒരു കംപ്ലീറ്റ് ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു NABH സ്റ്റാൻഡേർഡ്സിലൊരു സെൻറ്റർ. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായി. 1.25 കോടിക്ക് മീതെ 1.5 കോടി അടുത്തോളം ഇൻവെസ്റ്റ്മെൻറ്റായി. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുമ്പോൾ ലാഭത്തിൻ്റെ അളവ് ശരിക്കും കുറയാൻ സാധ്യത കൂടുതലാണ്. ആ ബിസിനസ്സിൽ ഒരു ചെറിയൊരു സെറ്റ് ബാക്ക് ഉണ്ടായപ്പോൾ ആ ബിസിനസ് വിട്ടു. അങ്ങനെയാണ് ബാക്ക് ടു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നൊരു കാറ്റഗറിയിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ സംരംഭക മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും ഇതിനുള്ളൊരു കാരണം, വീട്ടിലാരെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? എന്തായിരുന്നു അതിനുള്ളൊരു പ്രചോദനം? അയ്യോ, വീട്ടിലാരും ബിസിനസ് ചെയ്യുന്നില്ല. അച്ഛൻ MESലായിരുന്നു, മിലിറ്ററി എഞ്ചിനീയർ സർവീസിൽ ഓഫീസായിട്ട് റിട്ടയർഡ് ആയത്. എനിക്ക് മൂത്ത ഒരു സഹോദരിയും ഒരു ജ്യേഷ്ഠനുമാണ്. രണ്ടുപേരും വിദേശത്ത് ജോലി തന്നെയാണ്, രണ്ടും സെറ്റിലാണ്. വീട്ടിലാപ്പാടെ ഒരു ബിസിനസ് മോഹമുള്ളത് എനിക്ക് മാത്രമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു? ഈ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് തോന്നാൻ എന്തെങ്കിലും പ്രത്യേക കാരണം? ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് ഏൺ ചെയ്യണം. അതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലേക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഏജ് വരുമ്പോൾ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുമെങ്കിലും ആദ്യത്തെ ആഗ്രഹം ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ ഏൺ ചെയ്യണം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെയാണ് പല അച്ചീവ്മെൻറ്റ്സും നമ്മൾ കണ്ടിട്ടുള്ളൂ. ജോലിയിൽ എല്ലാവരും നമ്മൾ റെസ്ട്രിക്റ്റഡ് ലൈഫിൽ ജീവിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതായിരിക്കും മെയിൻ കാരണം. സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ കണ്ടു തുടങ്ങിയപ്പോൾ മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ് അങ്ങനെയുള്ള മേഖലയിലേക്ക് വന്നു. ഫാർമ ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ലാബൊക്കെ ആയി ബന്ധപ്പെട്ട് അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിച്ചു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ഒരു ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരാണ്ടായ കാരണം എന്താണ്? ഒന്ന്, ഞാൻ പഠിച്ച മേഖലയാണ്. 2, അതിലെനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ എനിക്ക് ചെയ്യാവുന്നൊരു മേഖലയാണ്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കോ നമ്മളുടെ ഒപ്പം അസോസിയേറ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നവർക്കോ ഒരിക്കലും ഒരു നഷ്ടസാധ്യതയും ഉണ്ടാകരുതെന്ന ഒരു തീരുമാനത്തോടെ സ്റ്റാർട്ട് ചെയ്തതാണ്. എത്ര വർഷമായി നമ്മൾ ഈ മേഖലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്? ഇപ്പോൾ ലാസ്റ്റ് 2017 ജാനുവരി ഓൺവേർഡ്സ് ആണ് ഫൈനാൻഷ്യൽ അഡ്വൈസിങ് മേഖലയിൽ ആക്റ്റീവായത്. അതിന് മുമ്പേ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2005 ഓൺവേർഡ്സ് പല ബിസിനസ്സുകളുണ്ടായിരുന്നു. ഈഡൽവൈസിൻ്റെ സബ് ബ്രോക്കർഷിപ്പ് ആണെങ്കിലും JRGയുടെ സബ് ബ്രോക്കർഷിപ്പ് ആണെങ്കിലും അതിനോടൊപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും ഈ മേഖലകളിൽ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്.
മ്യൂച്വൽ ഫണ്ട്, SIP തുടങ്ങിയ എല്ലാ പ്രൊഡക്റ്റുമായിട്ട് 15 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം. 15 വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ 2017 മുതൽ ഇപ്പോൾ കോറായിട്ട് നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അഡ്വൈസറാണ് അവിടെ. ഈ സർട്ടിഫൈഡ് ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ നമുക്ക് ഒരു സർട്ടിഫൈഡ് അഡ്വൈസർക്കാണ് ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് എല്ലാം ഡീൽ ചെയ്യാൻ പറ്റുക. ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ബഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആർ ദയർ. അതിൽ മ്യൂച്വൽ ഫണ്ട് വരാം, SIP വരാം, അല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കിംഗ് വരാം, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് വരാം, അല്ലെങ്കിൽ പെൻഷൻ പ്രൊഡക്ട്സ്, ആന്വിറ്റി പ്രൊഡക്ട്സ് വരാം, ഈവൻ ഗോൾഡ്, ബോണ്ട്, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാം. നമ്മളപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും നമുക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ സാധാരണ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, ഒരുപാട് പേരിങ്ങനെ ഉള്ളൊരു മേഖലയാണ് LIC ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് സെല്ലിംഗ് ആയിക്കോട്ടെ, വലിയ ടഫ് മാർക്കറ്റാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ പല ബിസിനസ്സുകൾ ചെയ്തൊരു വ്യക്തി ഈ മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ കണ്ടിരുന്നോ? അതോ ഇതിലേക്ക് വന്നതിന് ശേഷം എന്താണ് ഇപ്പോൾ അതിനെപ്പറ്റി കാണുന്നത്? ആക്ച്വലി രഞ്ജിത്ജി, ഞാൻ ഇതിനെ കാണുന്നത് വളരെയധികം വ്യക്തികൾ ഇൻവോൾവ് ആയിട്ടൊരു മേഖലയാണെങ്കിലും 99% ആൾക്കാർ, ഒരു എക്സാമ്പിൾ ഞാൻ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 99% ആൾക്കാരും ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ ആരെയെങ്കിലുമൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. അതെല്ലാം ഒരു ഒബ്ലിഗേഷൻ, കമ്പൽഷൻ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ, എനിക്കൊരു പോളിസി തരൂ, ഇങ്ങനെ ഒരു ആംഗിളിലായിരിക്കും എല്ലാവരും എടുത്തിരിക്കുന്നത്. എടുത്ത പ്രോഡക്റ്റിനെ പറ്റി മേടിച്ച വ്യക്തിക്ക് ഒരു ധാരണ ഉണ്ടാവില്ല അത് എന്തിന് ഉപയോഗപ്പെടുമെന്ന്. ഇതിന് പകരമായിട്ട് ഒരു വ്യക്തിക്ക് എന്തിന് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കണം എന്ന് ഉള്ള രീതിയിൽ സെയിൽ നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി മേടിച്ചിട്ടുള്ളത് 1% മാത്രമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 99% ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു മേഖലയാണ്. അതാണ് ഡെഫിനറ്റ്ലി എന്നെ ഈ മേഖല ചൂസ് ചെയ്യാനും കാരണമാക്കിയത്. ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ സാധ്യത, നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം നമുക്കതിന് സാധിച്ചിട്ടുണ്ട്? വളരെയധികം. ഞാൻ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് പോലും, അതൊരു SIP ആയിക്കോട്ടെ, ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി ആയിക്കോട്ടെ, ഒരു കാരണവശാലും ഒരു കമ്പൽഷൻ്റെ മേലിലോ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റിൻ്റെ മേലിലോ ഒരിക്കലും ഞാൻ സെല്ല് ചെയ്തിട്ടില്ല. ആ ഒരു വ്യക്തിക്ക്, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർക്ക് എന്താണ് ആവശ്യം, അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇൻകം പ്രൊട്ടക്ഷൻ ആണോ ആവശ്യം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആന്വിറ്റി പ്ലാനിംഗ് ആണോ ആവശ്യം, പെൻഷൻ പ്ലാനിങ്, അതല്ല എങ്കിൽ നെക്സ്റ്റ് ജനറേഷന് വേണ്ടി ഒരു ഫൈനാൻഷ്യൽ എസ്റ്റേറ്റ് ക്രിയേഷൻ എന്നതാണോ ആവശ്യം, അത് മനസ്സിലാക്കി അതിന് ഡിസൈൻ ചെയ്ത് ഒരു കോംബോ ആയിട്ടാണ്, കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്തിട്ട്, അതെൻ്റെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എൻ്റെ പഠിച്ച ഹെഡ്ജിങ്ങിലോ ആയിരുന്നു എൻ്റെ തീസിസ് ചെയ്തത്. അതൊരു പക്ഷേ എന്നെ സഹായിക്കുന്നുണ്ടാകാം. ആ രീതിയിൽ മാത്രമേ ഞാൻ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. ഞാനിപ്പോൾ ഒരു 12-13 വർഷമായിട്ട് ഈ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് സംരംഭകരുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പല ക്ലയൻസും അവർ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും വന്ന് കമ്പൽ ചെയ്യണ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട് നമ്മളോട്, എൻ്റെ ബന്ധത്തിലൊരാൾ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടുള്ള ആൾ ഇപ്പോൾ ഇൻഷുറൻസ് അഡ്വൈസറാണ്, പുള്ളി വളരെയധികം നിർബന്ധിക്കുകയാണ്, അതുകൊണ്ട് ഞാനൊരു പോളിസി എടുക്കാൻ പോവാം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടേക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംരംഭകരൊക്കെ ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വ്യത്യസ്തമായൊരു രൂപത്തിൽ അവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? പല എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സുകാരും ആദ്യം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഇത്രമാത്രം അസറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ കമ്പനിക്ക് ഇത്ര ടേൺ ഓവർ ഉണ്ട്, ഇത്ര പ്രോഫിറ്റ്സ് ഉണ്ട്, എൻ്റെ മക്കൾ, എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ആ ബിസിനസ് നോക്കാനുണ്ട്, വൈ ഷുഡ് ഐ ഗോ ഫോർ ആൻ ഇൻഷുറൻസ്, എനിക്കൊരു ഇൻഷുറൻസിൻ്റെ ആവശ്യം എന്താണ്? അതിനോടൊപ്പം തന്നെ NGG പറഞ്ഞ പോലെ ഒബ്ലിഗേഷനിൽ കുറേയധികം പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ 100 പോളിസി ഉണ്ട്. പലരും വന്നു, അപ്പോൾ ആരെയും പിണക്കണ്ടെന്ന് വെച്ചാൽ ഓരോ പോളിസി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി എനിക്ക് എന്തിനാണ് ഒരു പോളിസി? ശരിക്കും അത് ഇത്രയും വലിയ ബിസിനസ് അദ്ദേഹം കെട്ടിപ്പടുത്തി അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, അതായത് വ്യക്തിപ്രഭാവം ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് സ്ഫിയർ, നോളജ്, ടെക്നിക്കൽ നോ ഹൗ, റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പൊട്ടൻഷ്യൽ, ഐഡിയാസ്, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇതേപോലെ വളരാൻ കാരണമായത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഇൻകം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അദ്ദേഹം ഇത് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനീസിന് അല്ലെങ്കിൽ സക്സസേഴ്സിന് ഇതുപോലെ ചെയ്യാൻ സാധിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, ബാർ ഓണർ, അദ്ദേഹത്തിൻ്റെ ഒരു 10 ബാർ ഉണ്ട് എന്നിരിക്കട്ടെ. അദ്ദേഹം പറയുന്നത് എനിക്ക് ഇത്രമാത്രം അസറ്റ് ഉണ്ട്, എന്തിനാണ് ഞാൻ ഇൻഷുറൻസ് പോകുന്നത്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒരു കാരണവശാലും അദ്ദേഹം ആ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. അവിടെയാണ് ഫ്യൂച്ചർ ഇൻകം പ്രൊട്ടക്ഷൻ്റെ ആവശ്യം. 1. 2, നമ്മളിപ്പോൾ റേമൺസിൻ്റെ ഓണറുടെ അവസ്ഥ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 150 സ്ക്വയർ ഫീറ്റ് റൂമിലേക്ക് ജീവിതം ഒതുങ്ങുന്ന അവസ്ഥയിലെത്തി, 10,000 കോടിക്ക് മീതെ അസറ്റുള്ളൊരു വ്യക്തി. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആന്വിറ്റീസിനെ പറ്റി അല്ലെ പെൻഷനെ പറ്റി ഏതൊരു ബിസിനസ്സുകാരും ബോധവാനായിരിക്കണം. അതായത് ലിവിങ് ടു ഷോർട്ട് എന്നൊരു കോൺസെപ്റ്റിൽ ഫ്യൂച്ചർ ഇൻകം പ്രൊട്ടക്ഷനും, ലിവിങ് ടു ലോങ് എന്നൊരു കോൺസെപ്റ്റിൽ ഈ ആന്വിറ്റീസ് അല്ലെങ്കിൽ പെൻഷനും ഓരോ ബിസിനസ്സുകാരും അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്യണം. 3, ചെറിയ ഒരു കോസ്റ്റിൽ, വളരെ ചെറിയ ഒരു കോസ്റ്റിൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു ഫൈനാൻഷ്യൽ എസ്റ്റേറ്റ് നെക്സ്റ്റ് ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ലൈഫ് ഇൻഷുറൻസ്.
വലിയൊരു ബിസിനസ്സുകാരൻ ഒരു വർഷം ഒരു 10 ലക്ഷം രൂപ മാത്രമേ അടയ്ക്കുന്നുണ്ടാവുള്ളൂ. അദ്ദേഹം അടുത്തൊരു 10 വർഷമായിരിക്കും അത് അടയ്ക്കുന്നുള്ളൂ, 1 കോടി രൂപ മാത്രം പ്രീമിയം. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് 50 ക്രോസിൻ്റെ അസറ്റ് ആയിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ ലൈഫ് വാല്യൂ ആണ്. ആ ഹ്യൂമൻ ലൈഫ് വാല്യൂ എല്ലാ ബിസിനസ്സുകാരും ചെയ്യണം. ഈ ഫൈനാൻഷ്യൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചു, അതെന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? പണ്ടെല്ലാം കാർന്നവന്മാർ നമുക്കറിയാം, നമുക്ക് മുന്നിലുള്ള തലമുറ ഒരു റബ്ബർ എസ്റ്റേറ്റോ ഏലം എസ്റ്റേറ്റോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ലാൻഡ് മേടിച്ചിട്ട് പ്ലാന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അവരതിൽ കാണുന്നത് നെക്സ്റ്റ് ഒരു 3 ജനറേഷന് അതിൽ നല്ല വരുമാനം വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചാൽ എൻ്റെ 3 ജനറേഷൻ നന്നായി പോകും എന്നൊരു രീതിയിലാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അവർ വേറെ രീതിയിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആയാലും അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള പല ഏരിയകളും, അല്ലെങ്കിൽ മെഡിസിൻ ആയാലും പല ഏരിയകളും പഠിച്ചിട്ട് ആ ഏരിയയിൽ അവർ നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ഇത് അവർക്ക് ലയബിലിറ്റി ആയിട്ട് മാറുകയാണ്. ഈ എസ്റ്റേറ്റ്, ഫിസിക്കൽ എസ്റ്റേറ്റ്സ് എല്ലാം, അതൊരു റബ്ബർ എസ്റ്റേറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് നോക്കാൻ പോലും അങ്ങോട്ടേക്ക് കാശ് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവരും എത്തുകയാണ്. അപ്പോൾ അതിന് പകരമാണ് അതൊരു ഫൈനാൻഷ്യൽ എസ്റ്റേറ്റ് ക്രിയേഷൻ, ഒരു ലിക്വിഡിറ്റി ഉണ്ടാക്കാവുന്ന ഒരു പേപ്പർ അസറ്റിലാണ് ഈ പറഞ്ഞ മുന്നേ ഉള്ള ജനറേഷൻ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇവരുടെ ഡ്രീം അല്ലെങ്കിൽ പാഷൻ അച്ചീവ് ചെയ്യാൻ അത് വളരെ വലിയൊരു ഹെൽപ്പായിരിക്കും. 1. 2, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഹ്യൂമൻ ലൈഫ് വാല്യൂ ഉണ്ട്. ഈ ഹ്യൂമൻ ലൈഫ് വാല്യൂ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആനുവൽ ഇൻകം ഇൻറ്റു ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഹി ഓർ ഷീ ഈസ് സപ്പോസ് ടു വർക്ക്. അപ്പോൾ ആ ഹ്യൂമൻ ലൈഫ് വാല്യൂവിനെ നിസ്സാര തുകയ്ക്ക് അദ്ദേഹത്തിന് ഇൻഷുർ ചെയ്യാം. ഇത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര വലിയ ലാഭം തരുന്ന റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, എത്ര വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭം തരുന്ന ബിസിനസ് ആയിക്കോട്ടെ, അതിനേക്കാളും ലാഭകരമായിരിക്കും എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ. അദ്ദേഹത്തിൻ്റെ അബ്സെൻസിൽ അദ്ദേഹം കൈമാറുന്നത് ഒരു പക്ഷേ 100 കണക്കിനോ 1000 കണക്കിനോ കോടി രൂപയുടെ അസറ്റ് ആയിരിക്കും. അതും ഒരു ഫൈനാൻഷ്യൽ എസ്റ്റേറ്റ് ക്രിയേഷനാണ് നെക്സ്റ്റ് ജനറേഷന്. ഇപ്പോൾ നമ്മൾ COVID-19 പശ്ചാത്തലത്തിലൊക്കെയാണല്ലോ ഇരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കയ്യിൽ പണം ഉണ്ടാവണം, അല്ലെങ്കിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. കാരണം പലരും ഫിക്സഡ് അസറ്റുകളിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പലരും ലാൻഡ് വാങ്ങിയിട്ടിരിക്കുന്നു, മറ്റു പല വസ്തുക്കളോ വാഹനങ്ങളോ ഒക്കെ ഉണ്ട്. പക്ഷേ ലിക്വിഡ് ക്യാഷ് കയ്യിലില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെയൊക്കെ ശരിക്കും ഇത്തരത്തിലൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ ഇനിയും നമുക്ക് പറയാൻ പറ്റില്ല എത്ര കാലം ഇത് നീണ്ടു നിൽക്കും, ഇതുപോലുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗൈഡൻസ്? ഇപ്പോൾ പല വ്യക്തികളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3 തരത്തിലാണ്. അപ്പോൾ അവരാദ്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലക്ഷറീസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കുറേയധികം പോകുന്നുണ്ട്. ആ ലക്ഷറിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല, ആക്ച്വലി ഇറ്റ്സ് എ ലയബിലിറ്റി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് അത് കട്ട് ചെയ്യാനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2ഉം 3ഉം പ്രീമിയം കാറുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാവാം. ഒരിക്കലും അതൊരു ആവശ്യകതയല്ല. 3ഓ 4ഓ അപ്പാർട്ട്മെൻറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ടാവാം. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിലും ആവശ്യമില്ല. അത് ബിഫോർ കോവിഡും അത് ഒരിക്കലും ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഇന്നതൊരു ലയബിലിറ്റി ആയിട്ട് വന്നേക്കുവാണ്. നെക്സ്റ്റ്, ഈ ഒരു സ്റ്റേജിൽ എല്ലാവരും ചെയ്യുന്നത് ആദ്യം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നല്ലൊരു പ്രീമിയം അടയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് SIP അടയ്ക്കും, എല്ലാവരും ആദ്യം ചെയ്യുക അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം ആദ്യം ലക്ഷറീസ് കട്ട് ചെയ്യുക. 2, ഇപ്പോൾ 2 വലിയ ഗോഡൗൺ ഉണ്ടെങ്കിൽ ഒരു ഗോഡൗണിലേക്ക് അത് എത്തിക്കാൻ പറ്റുമെങ്കിൽ എക്സ്പെൻസസ് കട്ട് ചെയ്യുക. 3, ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്യുന്ന ഒരു സിനാരിയോ. ഇൻവെസ്റ്റ്മെൻറ്റ് കട്ട് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ലൈഫിലൊരു മാറ്റമായിട്ട് കൊണ്ടുവന്നാൽ ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഭാവി പദ്ധതികൾ? നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ നല്ല ഫൈനാൻഷ്യൽ പ്ലാനിങ് കൊടുത്തുകൊണ്ട് ഇനി എന്ത് അൺസർട്ടനിറ്റീസ് വേൾഡിൽ ഉണ്ടായാലും അവരുടെ ബിസിനസ്സിനെ അത് ബാധിക്കാത്ത രീതിയിലൊരു ഹെൽപ്പ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് കൊടുക്കാമെന്ന് എൻ്റെ ഫസ്റ്റ് ഡ്രീമുകളിലൊന്ന്. അതിനോടൊപ്പം കുറേയധികം മേഖലയിൽ നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് കണ്ടുവരികയാണ്. എഡ്യൂക്കേറ്റഡ് ആയിട്ട് കുറേ പേർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ്. അങ്ങനെയുള്ള അറ്റ്ലീസ്റ്റ് ഒരു 100%, 100ലധികം വ്യക്തികൾക്കെങ്കിലും മിനിമം ഒരു 6 ഫിഗർ ഇൻകം മന്ത്ലി ഏൺ ചെയ്യുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള എൻ്റെ ഡ്രീം. അപ്പോൾ നിലവിലുള്ള നമ്മുടെ ഈ കസ്റ്റമേഴ്സിനെയൊക്കെ എങ്ങനെയാണ് അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എത്രത്തോളം അവർ നമ്മളെ ബിസിനസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും. കാര്യം എൻ്റെ കസ്റ്റമേഴ്സ് മാത്രമാണ് എന്നെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്. കാര്യം എൻ്റെ ഒരു കസ്റ്റമർ എൻ്റെ ഒരു പ്രോഡക്റ്റ് സോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ സെല്ല് ചെയ്തിട്ടല്ല, ആ വ്യക്തിക്ക് അഡ്വൈസ് ചെയ്തിട്ട് മാത്രമാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ട് എടുത്തുകൊണ്ട് തന്നെ അവർ തരുന്ന റെഫറൽസാണ് ഇന്ന് എൻ്റെ നെക്സ്റ്റ് ബിസിനസ്സായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2017 നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു ആ മേഖലയിൽ? സെക്കൻഡ് ഇയർ തന്നെ MDRT അച്ചീവ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയ, US അങ്ങനെയുള്ള കുറച്ച് കൺട്രീസ് വിസിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്ക് അവിടെ കിട്ടി. നെക്സ്റ്റ് ലാസ്റ്റ് ഇയറും 2 വർഷം ഡബിൾ MDRT അതുപോലെ ഗാലക്സി ക്ലബ്ബ് എന്ന് പറഞ്ഞ 2 ക്ലബ്ബാണ് മെയിനായിട്ടുള്ളത്, കോർപ്പറേറ്റ് ആൻഡ് ഗാലക്സി.
അതിൽ സെക്കൻഡ് ബെസ്റ്റിൽ റീച്ച് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എത്ര ബിസിനസ്സൊക്കെ നമുക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്കൊക്കെ എത്താൻ പറ്റുക? അതിന് 3 തരം ടാർഗറ്റ്സ് ഉണ്ട്. അതായത് പ്രീമിയം ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ബേസ് ചെയ്ത് ടാർഗറ്റ് പറയാം, അതിൽ ഏൺഡ് ഇൻകം ബേസ് ചെയ്ത് ടാർഗറ്റ് പറയാം. രണ്ടിലും ഞാനത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടു രമേശ് മേനോൻ എന്ന വ്യക്തിയുടെ കഥയും. നമ്മൾ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്നാണ് പറയണത്. അത് വളരെ അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്ത നെറ്റ്വർക്ക് തന്നെയാണ്. നിലവിലുള്ള ക്ലയൻസാണ് അദ്ദേഹത്തിന് കൂടുതൽ റെഫറലുകൾ കൊടുക്കുന്നതും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതും ഒക്കെ. അപ്പോൾ വളരെയധികം വ്യത്യസ്തമായ മേഖലകളിൽ കൂടെയൊക്കെ കടന്നു വന്ന് ഇന്നൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട്, അതിലെ വളരെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനിയും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം അൾട്ടിമേറ്റ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് എത്രയും വേഗം എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി.